84 വയസ്സുള്ള ഈ പറഞ്ഞ ഖമനേയിയെ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖമനേയിയെ വധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും. 84 വയസ്സ് അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന് ഒരു കൈ ശേഷിയില്ലാത്ത കൈയാണ്. അപ്പം അദ്ദേഹത്തിനോടൊരു കുട്ടി പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വലുതായാൽ രക്തസാക്ഷിയാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നീ പഠിച്ച് സയൻറ്റിസ്റ്റാകുകയും നീ മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരുകയുമാണെന്ന് പറയും. കാരണം അവരുടെ രാജ്യം അങ്ങനെ കെട്ടിപ്പടുത്തതാണെന്ന്. ആ രാജ്യത്തെയാണ് ഇവർ ഈ ആക്രമിക്കാൻ. അപ്പോൾ ഇത്രയും കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങ് പശ്ചിമേഷ്യയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചാൽ അവർ വെറുതെ അവിടെ ഇരുന്നിട്ട് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏഷ്യൻ രാജ്യങ്ങളെ എല്ലാ ഈ വ്യോമയാന പാത ഇന്ത്യ ഇന്ത്യ, ചൈന, GCC കൺട്രീസുകളിലെല്ലാം 50% റൂട്ട് ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ UK പോകണമെങ്കിലുണ്ടല്ലോ 2.5 മണിക്കൂർ കൂടുതൽ കറങ്ങണം. മനസ്സിലായി? അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം അമേരിക്കയിലേക്ക് ഇവിടുന്ന് ഒരു ഭക്ഷ്യവസ്തു പോകണമെങ്കിൽ 20 ദിവസം അധികം പോകണം. 20 ദിവസം അധികം പോകണം. നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര ഈസിയായ കാര്യമല്ലാന്നേ. അപ്പം ഈ എപ്പോഴും പറയല്ലോ, ഈ GCC രാജ്യങ്ങളെല്ലാം കോൺഫെഡറേഷൻ ഓഫ് GCC എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അതത്ര എളുപ്പമായ കാര്യമല്ല. കാരണം ഇവരുടെ കയ്യിലുള്ള ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം UAE അവസ്ഥ നമുക്കറിയാം, ബഹ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം, ഖത്തറിൻ്റെ അവസ്ഥ അറിയാം. പക്ഷേ ആകെ ഇവർക്ക് തിരിച്ചടിക്കാൻ പറ്റിയ രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ മാത്രമാണ്. അവരിലാണ് ആയുധ സംവിധാനം ഉള്ളത്. ഈ സൗദി അറേബ്യ അങ്ങനെ അടിക്കത്തില്ല.